ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, തിരുവഷ്ടം വീടിലേക്ക് സ്വാഗതം. ഏവർക്കും ഈശ്വര കൃപയും സമാധാനം. പ്രധാനമായി 2 വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കണമെന്ന് നിരവധി പേർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്തരം ആവശ്യങ്ങളെ മുൻനിർത്തി തുടർന്നു വരുന്ന പരമ്പരകളൊക്കെ ഒന്ന് നിർത്തി വെച്ചിട്ട് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുക. ഒന്ന്, ജബൽപൂരിൽ സംഭവിച്ച ക്രൈസ്തവ പീഡനമാണ്. ഒന്ന്, എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ന് നമ്മൾ ആലോചനയ്ക്കെടുക്കുന്നത് ജബൽപൂരിലെ ക്രൈസ്തവ പീഡനത്തെ സംബന്ധിച്ചാണ്. എമ്പുരാനെ സംബന്ധിച്ച കാര്യം പ്രസക്തമല്ലാത്തത് കൊണ്ടല്ല അത് മാറ്റിവെക്കുന്നത്. അതേക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. അത് നാളെ തന്നെ പ്രസന്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. കാരണം ഒരു ആരോപണം ഉണ്ടാകുമ്പോഴും പ്രത്യാരോപണം ഉണ്ടാകുമ്പോഴും അത് വ്യക്തതയോടെ പറയണമല്ലോ. എവിടെ നിന്ന്, എങ്ങനെ, എന്താണ് ഇതിന്റെ കാരണങ്ങൾ, പറയുന്നതിൽ തെറ്റുകൾ എന്താണ് എന്നൊക്കെ നിഷ്പക്ഷമായി പറയാനും കൂടി നമുക്ക് കഴിയണം. ജബൽപൂരിൽ സംഭവിച്ച ക്രൈസ്തവ പീഡനം പാർലമെന്റിൽ അടക്കം വലിയ ചർച്ചയ്ക്ക് കാരണമാവുന്നു. അങ്ങനെ ഒരു പീഡനം നടന്നതിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവർ അവഗണിക്കുകയും നിസ്സാരവൽക്കരിക്കുകയും ഇതൊക്കെ സ്വാഭാവികമാണ് എന്ന നിലയ്ക്ക് തള്ളിക്കളയുകയും ചെയ്തു. കേരളത്തിൽ ഒരു മതപീഡനത്തിന്റെയോ മതത്തിനെതിരായ എന്തെങ്കിലും ശക്തികളുടെയോ വളർച്ച നമുക്ക് കാണാൻ കഴിയില്ല. കേരളം പ്രായേണ മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കുന്ന ഒരു സമൂഹമാണ്. എല്ലാ മതവിഭാഗങ്ങളും വിശ്വാസധാരകളും പരസ്പരം കൈകോർത്തും പരസ്പരം സഹവർത്തിത്വം പുലർത്തിയാണ് മുമ്പോട്ട് പോകുന്നത്. നമ്മുടെ ഒരു സോഷ്യൽ ഫാബ്രിക് അത്തരത്തിൽ സ്നേഹത്തിൽ ഉറച്ചതാണ്. നമ്മുടെ ജീവിത പാരമ്പര്യം എപ്പോഴും പരസ്പരം ഒന്നിച്ചു പോകാൻ ശക്തി പകരുന്നതാണ്. എന്നാൽ ജബൽപൂരിൽ സംഭവിച്ച ക്രൈസ്തവ ആക്രമണം ഒരൊറ്റപ്പെട്ട സംഭവമല്ല എന്നതുകൊണ്ടും ആ സംഭവം ഇന്ത്യയിൽ ആകെ നടന്നുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ വേട്ടകളുടെ, ന്യൂനപക്ഷ മതങ്ങൾക്കെതിരായ വേട്ടകളുടെ പ്രത്യക്ഷമായ ഒരു കാര്യമാണെന്നതുകൊണ്ടാണ് അതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് കരുതുന്നത്. ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ഈ പീഡനം പ്രസക്തമായ ഒരു കാര്യമല്ല. കാരണം സഭ അതിന്റെ ആരംഭഘട്ടം മുതൽ നിരന്തരമായി പീഡനങ്ങൾക്കും മർദ്ദനങ്ങൾക്കും രക്തച്ചൊരിച്ചിലുകൾക്കും വിധേയമായിട്ടുണ്ട്. രക്തസാക്ഷിത്വമാണ് സഭയെ പടർത്തിയതെന്നും ലോകമെമ്പാടും സുവിശേഷം ശക്തി പ്രാപിക്കാൻ മതമർദ്ദനങ്ങൾ കാരണമായിട്ടുണ്ടെന്നും നമുക്കറിയാം. എവിടെയും ക്രൈസ്തവ വിശ്വാസം പ്രഘോഷിക്കപ്പെടുമ്പോൾ പീഡനമേറ്റിട്ടുണ്ട്, മർദ്ദനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, രക്തം ചിന്തേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ രക്തസാക്ഷിത്വത്തിന്റെ ഒരു പശിമ ക്രൈസ്തവ വിശ്വാസത്തെ വളർത്തുന്നതിൽ കാര്യമായി പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ ഓർക്കണം. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 11ഉം 12ഉം തിരുവചനങ്ങളിൽ ഈശോ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങളെ ഇങ്ങനെ ആളുകൾ പീഡിപ്പിക്കുകയും അന്യായമായി അവഹേളിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കണം. എന്നെ പ്രതി പീഡ കേൾക്കുമെന്ന് നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, സ്വർഗത്തിൽ നിങ്ങൾക്ക് ഇടമുണ്ടാകും. ഈ പീഡകളെ അതിജീവിക്കാൻ, ആനന്ദിച്ച് ആഹ്ലാദിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് ക്രിസ്തു നമ്മെ വിളിക്കുന്നത് സുഗമമായൊരു വഴിയിലൂടെയല്ല, പീഡനങ്ങളും മർദ്ദനങ്ങളും പ്രതിരോധങ്ങളും അവഹേളനങ്ങളും ഒക്കെ നിറഞ്ഞൊരു വഴിയിലൂടെ തന്നെയാണ്. അതുകൊണ്ട് ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് പരാതിപ്പെടാനോ പരിഭവിക്കാനോ കരയാനോ ഒന്നും അവകാശമില്ല. ഇത് നമുക്ക് അവകാശമായി ലഭിച്ചൊരു വഴിയാണ്. അടി കൊണ്ട് മാത്രമേ സത്യം പറയാൻ പറ്റൂ. ക്രിസ്തുവിനെ ലോകത്തോട് പ്രഘോഷിക്കണമെങ്കിൽ അതിൽ നിന്നുള്ള തിക്താനുഭവങ്ങൾ നമ്മൾ സ്വീകരിച്ചേ മതിയാകൂ. അതിൽ തർക്കം പറയുന്നതിൽ അർത്ഥമില്ല. വിശുദ്ധ മത്തായി സുവിശേഷം 5:10 പറയുന്നത് പോലെ നീതിക്ക് വേണ്ടി പീഡ സഹിക്കുക എന്ന ഭാഗത്താണ് നമ്മൾ എതിർപ്പുകളും പ്രതിരോധങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉയർത്തുന്നത്. അത് ക്രൈസ്തവരെ പീഡിപ്പിക്കുന്ന നിലയ്ക്കല്ല. നീതി നിഷേധമുണ്ടാകുമ്പോൾ ഇന്ത്യയിൽ ഒരു ഭരണഘടനയുണ്ട്. 1947 ഉണ്ടായ ഇന്ത്യ, അതിനു മുമ്പ് ഒരു ഇന്ത്യ ഇല്ല എന്ന കാര്യം നമ്മൾ ഓർക്കണം. 1700 നാട്ടുരാജ്യങ്ങളായി ഛിന്ന ഭിന്നമായി വിഭജിതമായിരുന്ന ഒരിടത്ത് ബ്രിട്ടീഷ് കോളനി ആധിപത്യം സ്ഥാപിക്കുകയും ഒരു ബ്രിട്ടീഷ് ഇന്ത്യ ഉണ്ടാവുകയും ബ്രിട്ടീഷുകാർക്കെതിരായും നാട്ടുരാജ്യങ്ങൾക്കെതിരായും നിലനിന്ന സാമൂഹ്യ അവസ്ഥകൾക്കെതിരായും ഉണ്ടായ സമരങ്ങളുടെ ഒരു ഏകോപിത ശക്തി ഒരു രാജ്യത്തിന് ഉദയം നൽകുകയും ചെയ്തു. ആ രാജ്യം ഇന്ത്യ. ആ ഇന്ത്യക്ക് ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനാ പ്രകാരം ഇവിടെ ജീവിക്കാൻ എല്ലാവർക്കും തുല്യാവകാശം ഉണ്ടായിരിക്കെ ആ അവകാശത്തെ നിഷേധിക്കുന്ന നീതി നിഷേധത്തിന്റെ ശക്തികൾ തീവ്രവാദികളായിട്ടും ഭരണകൂടമായിട്ടും ഉയർന്നു വരുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുക എന്നത് പൗരധർമ്മമാണ്. പൗരധർമ്മം നിറവേറ്റുക എന്നത് ധാർമ്മികമായ ഒരു മൂല്യത്തിൽ
ഊന്നി നിന്നുകൊണ്ട് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഈ നീതി നിഷേധത്തിനെതിരായിട്ടാണ് നമ്മൾ സമരം ചെയ്യുന്നത്. പീഡകൾ ഏൽക്കേണ്ടി വരും. ആ പീഡകൾ ഏൽക്കുമ്പോഴും നമ്മൾ ഓർക്കേണ്ടത് പീഡ സഹിക്കുന്നത് ഒരു ഭാഗ്യമാണ്. പീഡകർക്കെതിരെ ശബ്ദമുയർത്താനല്ല നമുക്ക് അവകാശമുള്ളത്. നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് വിശുദ്ധ മത്തായി സുവിശേഷം 5:44 പഠിപ്പിക്കുന്നത്. നമ്മളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നാണ്, ശത്രുക്കളെ സ്നേഹിക്കുക എന്നുള്ളതാണ് ക്രിസ്തു നമുക്ക് നൽകുന്ന പാഠം. ആ പാഠത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വേണം നീതിക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ നമ്മൾ ഏർപ്പെടാൻ. നമ്മൾ ആർക്കുമെതിരായല്ല ചിന്തിക്കുന്നത്. നമ്മൾ രാജ്യത്തിന്റെ നിലനിൽപ്പിന് അപകടമാകുന്ന വിഭാഗീയതകൾക്കെതിരെയും വർഗീയ വിപത്തുകൾക്കെതിരെയുമാണ് ശബ്ദമുയർത്തുന്നത്. ഇവിടെ പൗരത്വം എന്നത് എല്ലാവർക്കും തുല്യാവകാശം നൽകുന്നുണ്ടെന്നും ആരാധനാ സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് എന്നുള്ളതും നമ്മൾ ഓർക്കണം. ആ ആരാധനാ സ്വാതന്ത്ര്യത്തിനെതിരായിട്ടും ജീവിക്കാനുള്ള അവകാശത്തിനെതിരായിട്ടും പ്രതികൂല ശക്തികൾ ഭരണകൂട ഒത്താശയോടെ ചെയ്യുന്ന രാജ്യത്താകമാനം ഉണ്ടാകുന്ന അതിക്രമങ്ങളെ വേണ്ട വിധം പരിശോധിക്കുകയും കാണുകയും ചെയ്യാൻ നമുക്ക് കഴിയണം. കേരളത്തിൽ പലപ്പോഴും പ്രീണനത്തിന്റെ നയമാണ് സംഘപരിവാർ നടത്തുന്നത്. അവർ കേക്കുമായിട്ട് നമ്മുടെ വീടുകളിൽ വരും, നമ്മൾ സ്നേഹിക്കുന്നതായിട്ട് ഭാവിക്കും, കെട്ടിപ്പിടിക്കുമ്പോൾ നാം അറിയാതെ തന്നെ ധൃതരാഷ്ട്ര ആലിംഗനത്തിലെന്ന പോലെ നമ്മൾ ഞെരിഞ്ഞമരും, നമ്മെ തന്നെ ഞെരിച്ചമർത്തുകയാണ് ഈ സ്നേഹപ്രവൃത്തിയുടെ പിന്നിലുള്ളതെന്ന് തിരിച്ചറിയാൻ ഇന്ത്യയുടെ പൊതുചിത്രം ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് കഴിയും. വിശ്വാസ പ്രഘോഷണവുമായിട്ട് നമ്മൾ ഇറങ്ങുന്നത് സുഗമമായ ഒരു സ്ഥലത്തേക്കല്ല. ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മത്തായി 10:16 ലൂക്ക 10:3 പറയുന്നുണ്ട്, ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകൾ എന്ന പോലെയാണ് ഞാൻ നിങ്ങളെ അയക്കുന്നത്. നമ്മൾ എതിർക്കാനോ യുദ്ധം ചെയ്യാനോ അല്ല, നമ്മൾ സ്നേഹം പ്രഘോഷിക്കാൻ വന്നവരാണ്. നമ്മുടെ സഹനങ്ങൾ വഴിയാണ് ലോകത്ത് ക്രിസ്തുവിനെ നമുക്ക് വെളിപ്പെടുത്താൻ പറ്റുക. അതുകൊണ്ട് പീഡനങ്ങൾ അനിവാര്യമാണ്. ആ പീഡനങ്ങളെ എതിർക്കുകയല്ല വേണ്ടത്. ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകൾ എന്ന പോലെയാണ്. അങ്ങനെ ചെമ്മരിയാടുകളെ പോലെ അയക്കപ്പെട്ടവരാണ് നമ്മളെന്ന ബോധ്യം ഉണ്ടാകണം. അതുകൊണ്ട് നീതിക്ക് വേണ്ടി ശബ്ദം ഉയർത്തണം, സത്യം വിളിച്ചു പറയണം, പീഡകൾ ഏൽക്കാൻ തയ്യാറാകാൻ വേണം. പലപ്പോഴും നമ്മൾ സുരക്ഷിതമായ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറാകുന്നില്ല. പീഡ ഏൽക്കുമല്ലോ, എതിർപ്പുണ്ടാകുമല്ലോ, അക്രമം ഉണ്ടാകുമല്ലോ, ഇടി വരുമല്ലോ എന്നൊക്കെ പേടിയുള്ളവരാണ് വിശ്വാസികളിൽ മഹാഭൂരിപക്ഷവും. നമ്മുടെ നേരെ അതിക്രമം ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് മൗനമായിരുന്നു കളയാം എന്നല്ല കരുതേണ്ടത്. സത്യം വിളിച്ചു പറയാൻ നമുക്ക് കഴിയണം. നമ്മൾ ചെന്നായ്ക്കളുടെ ഇടയിലാണ് പ്രവർത്തിക്കുന്നത്, ചെമ്പരിയാടുകളെ പോലെയാണ് ജീവിക്കുന്നത്. സഹനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും സത്യം വിളിച്ചു പറയാൻ നമുക്ക് മടിയുണ്ടായിക്കൂടാ. സത്യം ലോകത്തോട് പറയണം, നീതിക്ക് വേണ്ടി പോരടിക്കുകയും ചെയ്യണം. നീതി എന്നത് അവസാനത്തെ മനുഷ്യൻ വരെ തുല്യതയോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം ഇന്ത്യയിൽ ഉണ്ടാകണം. ഇന്ത്യ ഒരു ജനാധിപത്യ സ്വതന്ത്ര രാഷ്ട്രമാണ്. ആ രാഷ്ട്രത്തിന്റെ പരമാധികാരം ഈ ജനങ്ങളിലാണ്, ജനങ്ങളുടെ തുല്യതയിലാണ്. അങ്ങനെ തുല്യതയിൽ ജീവിക്കാൻ കഴിയാതെ പോകും വിധം മതന്യൂനപക്ഷങ്ങളോ ആദിവാസികളോ ദളിതരോ ആക്രമിക്കപ്പെടുകയും നീതി നിഷേധിക്കപ്പെട്ട് സാമൂഹ്യമായി പോലും ജീവിക്കാൻ അവകാശമില്ലാത്തവരായി മാറുകയും ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി നിലകൊള്ളാൻ നമുക്ക് ബാധ്യതയുണ്ട്. സഹോദരന്റെ കാവൽക്കാരനാകുക എന്ന ബാധ്യതയാണത്. ആ ബാധ്യത ഉള്ളത് കൊണ്ടാണ് ഇത്തരമൊരു സംഭാഷണത്തിൽ ഏർപ്പെടുന്നത്. ഈശോ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളണം, അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും, സിനഗോഗുകളിൽ വെച്ച് മർദ്ദിക്കും, നിങ്ങൾക്ക് പീഡനം ഉണ്ടാവും. എങ്കിലും മർക്കോസ് 13:13 പറയുന്നു, നിങ്ങൾ എങ്ങനെ പീഡിപ്പിക്കപ്പെടും, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അവസാനം വരെ സഹിച്ചു നിൽക്കുക, ക്രിസ്തുവിനെ പ്രതി സഹനങ്ങളെ സ്വീകരിക്കുക, നീതിക്ക് വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളത് ഒരു ക്രൈസ്തവ ബാധ്യതയാണ് എന്ന നിലപാടിൽ നിന്നുകൊണ്ടാണ് ജബൽപൂർ സംഭവത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത്. ജബൽപൂരിൽ നമ്മൾ കണ്ടതാണ്, പുരോഹിതരെയും വിശ്വാസികളെയും ഒരു തീർത്ഥയാത്രയ്ക്കിടയ്ക്ക് ആളുകൾ മർദ്ദിക്കുന്നു. അവർക്കെതിരെ പോലീസ് കേസെടുക്കുന്നതിന് പകരം ഇരകളായവരെ സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നു. അവർക്കെതിരെ കേസുണ്ടാകുന്ന നിലയാണ് ഉണ്ടാകുന്നത്. ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നു എന്നത് ഒരു പുതിയ സംഭവമല്ല. ഇന്ത്യയിൽ 800-ലധികം കേസുകളാണ് 2024 ഉണ്ടായത്. 800-ലധികം കേസുകൾ. അതിന്റെ കഴിഞ്ഞ വർഷം 700-ഓളം കേസുകൾ ഉണ്ടായിരുന്നു. ഇത്തരം കേസുകൾ ഉണ്ടാകുന്നതിൽ പ്രധാനമായിട്ടുണ്ടാകുന്നത് യുപിയിലാണ്. യുപിയിൽ 200-ലധികം കേസുകൾ ഉണ്ടായിട്ടുണ്ട്. മണിപ്പൂരിൽ നമുക്കറിയാം, ഛത്തീസ്ഗഡിൽ അറിയാം, ജാർഖണ്ഡിൽ അറിയാം, ഉത്തരാഖണ്ഡിൽ അറിയാം, മധ്യപ്രദേശിൽ അറിയാം. ഈ സംസ്ഥാനങ്ങളിലാകെ ക്രൈസ്തവർക്കെതിരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു, പീഡകൾ ഉണ്ടാകുന്നു. ക്രൈസ്തവ ആക്രമണങ്ങൾക്ക് കാരണമായിട്ട് അവർ പറയുന്നത് നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നുവെന്നാണ്. നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നത്. മണിപ്പൂരിൽ നമ്മൾ കണ്ടതാണ്, 250-ലേറെ ദേവാലയങ്ങളാണ് തകർക്കപ്പെട്ടത്. മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും ഉത്തരാഖണ്ഡിലും ഒക്കെ ക്രൈസ്തവ ദേവാലയങ്ങൾക്കെതിരെയും വിശ്വാസികൾക്കെതിരെയും നിരന്തരമായ ആക്രമണങ്ങൾ ഉണ്ടാവുന്നു. ഈ ആക്രമണങ്ങൾ പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു കാര്യമല്ല. നാസിസം നിലനിന്നിരുന്ന ജർമ്മനിയിലെ ഹിറ്റ്ലറുടെ കാലത്തെ ജീവിതം പരിശോധിക്കുമ്പോൾ
ഇതിന്റെ സമാനമായ ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അവിടെയും ഒരു നീതിബോധം എന്ന നിലയ്ക്കാണ് യഹൂദരെ വംശഹത്യ ചെയ്യാൻ ഹിറ്റ്ലർ പ്രേരിപ്പിച്ചത്. ഒരു നീതിബോധം എന്ന നിലയ്ക്കാണ്. ഇവരാണ് യുദ്ധങ്ങൾ തോൽക്കാൻ കാരണം, ഇവരാണ് നമ്മെ നശിപ്പിക്കുന്നത് എന്ന ചിന്തയാണ്. ക്രൈസ്തവ ധർമ്മം ഈ ലോകത്ത് പ്രഘോഷിക്കപ്പെടുമ്പോൾ ഒരു മനുഷ്യനും തരം താഴുകയല്ല, എല്ലാ മനുഷ്യർക്കും തുല്യമായി ജീവിക്കാനുള്ള അവകാശവും തുല്യമായി ജീവിക്കാനുള്ള അവസരവും ഉണ്ടാകണമെന്നാണ് ക്രൈസ്തവ വിശ്വാസം പഠിപ്പിക്കുന്നത്. സാഹോദര്യ ഭാവനയാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ സാഹോദര്യ ഭാവന ഉയർന്നു വരുമ്പോൾ ഇന്ത്യയിലെ ബ്രാഹ്മണ്യത്തിന് അത് സഹിക്കാവുന്ന കാര്യമല്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ ഹിന്ദുത്വയ്ക്ക് അത് സഹിക്കാവുന്ന കാര്യമല്ല. കാരണം വിഭജിതമായി നിൽക്കുമ്പോൾ മാത്രമേ രാഷ്ട്രീയ ഹിന്ദുത്വയ്ക്ക് വളക്കൂറുള്ള ഒരു മണ്ണുണ്ടാകൂ, ഹിന്ദു രാഷ്ട്ര സ്ഥാപനം സാധ്യമാകും. അതുകൊണ്ട് ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും മറ്റ് വിഭാഗങ്ങളെയും തമ്മിൽ എതിർപ്പുള്ളവരാക്കി മാറ്റുക എന്ന ഗൂഢതന്ത്രമാണ് അവർ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ പ്രത്യേകിച്ച് നമുക്ക് കാണാം. മുസ്ലിങ്ങൾക്കെതിരായി ക്രിസ്ത്യാനികൾ തിരിയാനിടയാകും വിധമുള്ള ചർച്ചകളും അവസരങ്ങളും ഉണ്ടാക്കിയെടുക്കുക, അങ്ങനെ പരസ്പരം വൈര്യം വർദ്ധിപ്പിക്കുന്ന രീതി ഉണ്ടാക്കുക, അതിന് കാസ പോലുള്ള ഗ്രൂപ്പുകൾ ഉപയോഗിക്കുക. അവർ മതമൗലിക ഗ്രൂപ്പുകളാണ്. അത്തരം ഗ്രൂപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ തർക്കം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക, ഈ വൈര്യം വർദ്ധിപ്പിക്കുക, അകലം വർദ്ധിപ്പിക്കുക. അങ്ങനെ ഒരു സോഷ്യൽ ഫാബ്രിക്കിനകത്ത് നിലനിൽക്കുന്ന സഹവർത്തിത്വ അനുഭവത്തെ തള്ളിക്കളയുകയും മതനിരപേക്ഷമായി വളർന്നുകൊണ്ടിരിക്കുന്ന കേരള മനസ്സിനെ വർഗീയമായി വിഭജിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യമാണ് BJPക്കുള്ളത്, അല്ലെങ്കിൽ സംഘപരിവാറിനുള്ളത്. അതുകൊണ്ട് അവരെപ്പോഴും നമ്മെ പ്രീണിപ്പിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അതേസമയം തന്നെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിരന്തരമായി നമ്മെ പീഡിപ്പിക്കുന്നു. നമ്മുടെ സഹോദരങ്ങളെ അവർ കൊന്നുകളയുന്നു. നമുക്കറിയാവുന്ന നിരവധി അടയാളങ്ങൾ കഴിഞ്ഞകാല സംഭവങ്ങളിലുണ്ട്. ആ കഴിഞ്ഞകാല സംഭവങ്ങളെ ഒന്നും മറന്നുകൊണ്ട് ഇപ്രകാരമുള്ള പ്രലോഭനങ്ങളിൽ നമ്മൾ വീണു പോകാനിടയാകരുത്. ഇപ്പൊ കണ്ടമാൽ നമുക്ക് മറക്കാവുന്ന ഒരു സ്ഥലമല്ല. എത്രയേറെ പേരാണ് കൊല്ലപ്പെട്ടത്, എത്രയേറെ പള്ളികളാണ് തകർക്കപ്പെട്ടത്, 6000-ലധികം പേരാണ് നാട് വിട്ടു പോകേണ്ടി വന്നത്. അത്തരം ഭീകരമായ പീഡയുണ്ടായത് കണ്ടമാലിൽ നമ്മൾ കണ്ടതാണ്. കണ്ടമാലിലൊക്കെ നമ്മൾ മറന്നു പോവുകയാണ്. കണ്ടമാലിനെ മറന്നു പോകുന്നു, മണിപ്പൂരിനെ മറന്നു പോകുന്നു. ഇപ്പൊ ജബൽപൂർ ഉണ്ടായ സംഭവത്തിനകത്ത് നമുക്ക് കാണാം, അവിടെ വിശ്വാസ സമൂഹം എന്തെങ്കിലും ഒരു പ്രത്യേകമായ എതിർപ്പിനുള്ള അവസരം ഉണ്ടാക്കിയപ്പോഴല്ല, ഒരു തീർത്ഥയാത്രയ്ക്ക് പോകുന്ന സമൂഹത്തെയാണ് ആക്രമിക്കുന്നത്. ആക്രമിക്കുമ്പോൾ പറയുമ്പോൾ അതിന് പേരുടെ ആളുകളൊന്നുമല്ല. രാഷ്ട്രീയ ഹിന്ദുത്വയ്ക്ക് പല മുഖങ്ങളുണ്ട്. അത് ബജറംഗ് ദളായിട്ട് വരും, RSS ആയിട്ട് വരും, വിശ്വ ഹിന്ദു പരിഷത്തായിട്ട് വരും, പല രൂപത്തിലാണ് വരിക. അങ്ങനെ പല രൂപത്തിൽ വന്ന് സ്വന്തമായൊരു പേരൊന്നും നിർവചിക്കാൻ പറ്റാത്ത രീതിയിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ആ ഗ്രൂപ്പുകളിലൂടെയാണ് ഈ ആക്രമണം ഉണ്ടാക്കുക. എന്നിട്ട് ആക്രമണം ഉണ്ടാകുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ രാഷ്ട്രീയ അധികാരം വിനിയോഗിക്കുകയും ഇരകളായി വരുന്നവരെ കേസിൽ കൊടുക്കുകയും പ്രതികളാക്കുകയും ചെയ്യുക. അങ്ങനെയാണ് നിലവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന അതിക്രമങ്ങളെക്കുറിച്ച് വ്യക്തമായ ബോധ്യം നമുക്കില്ലാത്തത് കൊണ്ട്, നമ്മുടെ നേരിട്ട അനുഭവത്തിലില്ലാത്തത് കൊണ്ട് നമ്മളിത് നിസ്സാരവൽക്കരിക്കുകയും ആട്ടിൻ തോലണിഞ്ഞു വരുന്ന ചെന്നായ്ക്കളെ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. അതിന്റെ പ്രതിഫലനമാണ് തൃശ്ശൂരൊക്കെ നമ്മൾ കണ്ടത്. ക്രൈസ്തവർ വിഭാഗീയമായി ചിന്തിക്കുന്നു, അവർ സംഘപരിവാറിനൊപ്പം ചിന്തിക്കുന്ന നിലയുണ്ടാവുന്നു. വാസ്തവത്തിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇന്ത്യയിൽ ക്രൈസ്തവർക്കെതിരായി ഇസ്ലാമികമായ പീഡനങ്ങൾ ഉണ്ടാകുന്നില്ല. ഇസ്ലാം ഭീകര സംഘടനകളുണ്ട്, ഇല്ലെന്നൊന്നും നമ്മൾ പറയുന്നില്ല. ഭീകരവാദികളുണ്ട്, മതമൗലികവാദികളുണ്ട്, അത്തരത്തിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. ലോകത്തെമ്പാടും അത്തരത്തിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. പക്ഷെ അത്തരത്തിൽ പ്രവർത്തിക്കുന്നവരാരും ഇന്ത്യയിൽ ക്രൈസ്തവരെ പീഡിപ്പിക്കുന്ന ചരിത്രമില്ല. ക്രൈസ്തവരെ പീഡിപ്പിക്കുന്നത്, സംഘടിതമായി പീഡിപ്പിക്കുന്നത് ഹിന്ദുത്വ രാഷ്ട്രീയമാണ്. രാഷ്ട്രീയ ഹിന്ദുത്വയുടെ ഒരു പ്രയോഗ മാർഗമാണത്. ജർമ്മനിയിൽ ഹിറ്റ്ലർ പ്രയോഗിച്ചത് യഹൂദരാണ് അപകടകാരികൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതേ തന്ത്രം തന്നെ സ്വീകരിക്കണമെന്നാണ് ഗോൾവർക്കറുടെ അഭിപ്രായം. ഗോൾവർക്കർ ജർമ്മനി ഒരു മാതൃകയാക്കേണ്ടതാണ് എന്ന് പലപ്പോഴും പറയുന്നുണ്ട്. ഇനി മാത്രമല്ല, വിചാരധാരയിൽ വ്യക്തമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്, ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കൾ 3 പേരാണ്. അത് മുസ്ലിങ്ങളാണ്, ക്രിസ്ത്യാനികളാണ്, കമ്മ്യൂണിസ്റ്റുകാരാണ്. ഈ 3 പേർക്കുമെതിരായ വേട്ടകൾ നടക്കുന്നുണ്ട്. ക്രൈസ്തവർക്കെതിരായ വേട്ടകൾ പിന്നീടേ വരികയുള്ളൂ പൂർണ്ണമായിട്ടും. എന്നാൽ ഇന്നതിന്റെ ലക്ഷണങ്ങളായിട്ടാണ് ഈ 800 ചില ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്ന് കൂടി കാണണം. ഇനി മുസ്ലിങ്ങൾക്കെതിരായും ക്രിസ്ത്യാനികൾക്കെതിരായും കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായും ഇങ്ങനെ നിലകൊള്ളണം, ഇവർ ആഭ്യന്തര ശത്രുക്കളാണ് എന്ന് പറയുന്ന ഈ തത്വശാസ്ത്രം ഹൃദയത്തിൽ കയറിയിട്ടുള്ള ആളുകൾ നിശ്ചയമായിട്ടും വിഭാഗീയമായി ക്രിസ്ത്യാനികളെ കാണും. ഹിന്ദുക്കൾ സഹിഷ്ണുതയുള്ളവരാണ്. ഹിന്ദു മതാനുയായികൾ ആരും ക്രിസ്തുവിനെയോ അല്ലെങ്കിൽ സഭയെയോ എതിർക്കുന്നവരല്ല, മുസ്ലിങ്ങളെ എതിർക്കുന്നവരല്ല. ഇവിടെ അത്തരത്തിൽ വിഭാഗീയമായി ചിന്തിക്കുന്ന വിശ്വാസികളില്ല. വിശ്വാസം അവരുടെ വ്യക്തിപരമായ കാര്യമായി കാണുമ്പോഴും പരസ്പരം ബഹുമാനിക്കാനും മറ്റ് ആരാധനയെയും ആരാധനാ സ്വാതന്ത്ര്യത്തെയും അംഗീകരിക്കാനും
മറ്റുള്ളവരെ പരിഗണിക്കാനും ഒക്കെ കഴിയുന്ന ഒരു മനോനിലയാണ് കേരളത്തിൽ നിലവിലുള്ളത്. ഇന്ത്യയിൽ നമ്മൾ കേരളം വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ സ്ഥിതി പലപ്പോഴും ഇതല്ല. അവിടെ നമുക്ക് വിശ്വാസം ഏറ്റുപറഞ്ഞ് ജീവിക്കാൻ സാധ്യമല്ല. ഒരു കൊന്തയോ കുരിശോ കയ്യിലുണ്ടെങ്കിൽ ആക്രമിക്കപ്പെട്ടേക്കാം എന്ന നില ഉത്തരേന്ത്യയിലുണ്ട്. ക്രിസ്തുദാസച്ചനെയൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ചെരുപ്പുമാലയൊക്കെ ഇടിച്ച് യുപിയിലൂടെ നടത്തിയ ക്രിസ്തുദാസച്ചൻ, റാണി മരിയ, ഗ്രഹാം സ്റ്റെയിൻ, നിരവധി ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഏറ്റവും ഒടുവിൽ ഭരണകൂടം തന്നെ വേട്ടയാടിയ സ്റ്റാൻ സാമിയച്ചൻ, നിരവധി ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് ഇതിനെതിരെ പ്രതിരോധിക്കുക എന്നുള്ളത് പരമപ്രധാനമായ കാര്യമാണ്. ഇതിനെതിരെ പ്രതിഷേധിക്കുക എന്നുള്ളത് വിശ്വാസി പീഡിപ്പിക്കപ്പെടുന്ന നിലയ്ക്കല്ല, നീതി നിഷേധിക്കപ്പെടുന്നു. ഇന്ത്യയിൽ പൗരന് അവകാശമായി നൽകിയിട്ടുള്ള നീതി, ആരാധനാ സ്വാതന്ത്ര്യം, വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം, മതം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം, അഭിപ്രായങ്ങൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, അതൊക്കെ നിഷേധിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാവുന്നു. മറ്റൊരാളെ ആക്രമിക്കുക എന്ന നിലയിലേക്ക് അധികാരാവകാശങ്ങൾ നൽകപ്പെട്ടവരായി സ്വയം കരുതുകയും ഇത് രാഷ്ട്രീയ ഉത്തരവാദിത്തമായി കരുതുകയും ചെയ്യുന്ന രാഷ്ട്രീയ ഹിന്ദുത്വയുടെ പ്രവർത്തകരാണ് പല പേരുകളിലായിട്ട്, ബജറംഗദളായിട്ടോ RSS ആയിട്ടോ വിശ്വ ഹിന്ദു പരിഷത്തായിട്ടോ അല്ലെങ്കിൽ പലതരത്തിൽ പേരുകൾ ഇട്ടുകൊണ്ട് ഹനുമാൻ സേനയായിട്ടോ ഒക്കെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന തരത്തിലേക്ക് വരുന്നത്. അത് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന നിലയ്ക്കല്ല നമ്മൾ കാണേണ്ടത്. അത് മതന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുകയും മറ്റു വിശ്വാസധാരകളിൽ പെട്ട് ജീവിക്കുന്നവർക്ക് നിലനിൽക്കാൻ കഴിയാത്തൊരു അന്തരീക്ഷം സൃഷ്ടിക്കുക, ആ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിലൂടെ രാഷ്ട്രീയ ഹിന്ദുത്വ പ്രയോഗവൽക്കരിക്കാൻ ഉദ്ദേശിക്കുന്ന മതരാഷ്ട്രം സ്വരൂപിച്ചെടുക്കുക എന്ന ലക്ഷ്യമാണ് RSSന് 100 വയസ്സ് തികയുന്ന ഈ 2025 അവർ പുലർത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ കാണാതിരുന്നുകൂടാ. RSS ആകട്ടെ, വിശ്വ ഹിന്ദു പരിഷത്താകട്ടെ, ബജറംഗദളാകട്ടെ ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നത് ഒരു പ്രത്യേക കാര്യം പറഞ്ഞുകൊണ്ടാണ്. നിർബന്ധിത മതപരിവർത്തനം ഉണ്ട് എന്ന നിലയ്ക്കാണ്. നിർബന്ധിത മതപരിവർത്തനം ഉണ്ട് എന്ന നിലയ്ക്ക് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ മിഷണറിമാരെ പീഡിപ്പിക്കുന്നു, പള്ളികൾ തകർക്കുന്നു, ആരാധനയ്ക്കെതിരായ പ്രവൃത്തികൾ നടത്തുന്നു. ഈ കാര്യങ്ങളിൽ അവർ മുന്നിട്ട് നിൽക്കുന്നത് ഈ പ്രയോഗം വെച്ചുകൊണ്ടാണ്. നാസി കാലത്ത് പറഞ്ഞിരുന്നത് പോലെ ഇവരാണ് ശത്രുക്കൾ എന്ന ആ ഒരു അടിസ്ഥാന ബോധ്യം നിലനിർത്തിക്കൊണ്ടാണ്. ആ അടിസ്ഥാന ബോധ്യത്തിൽ പെട്ടുപോകുന്ന പാവപ്പെട്ട മനുഷ്യർ, ഇപ്പൊ ബജറംഗദളിന്റെയോ RSSന്റെയോ പിന്നിലുള്ളവരൊക്കെ മോശക്കാരാണെന്നോ അവരൊക്കെ ശത്രുക്കളാണെന്നോ നമുക്ക് പരിഗണിക്കാൻ വയ്യ. അതിന്റെയൊക്കെ തലയായിട്ട് പ്രവർത്തിക്കുന്ന ആശയധാരയാണ് നമ്മൾ എതിർക്കേണ്ടത്. ഈ ആശയധാര ഇന്ത്യയിൽ അതിക്രമം വിളമ്പുന്നുണ്ട്, ഇന്ത്യയിലെമ്പാടും ഇത്തരം അതിക്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന കാര്യം ശ്രദ്ധയോടെ നമ്മുടെ മുമ്പിൽ ഉണ്ടാകണം. ഇതിനെ എതിർക്കുക എന്നുള്ളതല്ല, ഇതിനെതിരെ ശബ്ദിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇതിനെ എതിർക്കുക എന്നുള്ളതിന് ആയുധമെടുക്കുക എന്നോ അല്ലെങ്കിൽ അവരെ പ്രതിരോധിക്കുക എന്നുള്ള നിലപാട് ഒരിക്കലും ക്രൈസ്തവ ധാർമ്മികതയ്ക്ക് ചേർന്നതല്ല. നമ്മൾ അങ്ങനെ എടുത്തിട്ടില്ല. ഇപ്പൊ നമുക്കെതിരായിട്ടുണ്ടായിട്ടുള്ള ഒരു ആക്രമണത്തിലും പ്രതിരോധ മാർഗമായിട്ട് ആയുധമെടുക്കുക എന്നത് ക്രൈസ്തവ വിശ്വാസിക്ക് സ്വീകരിക്കാവുന്ന മാർഗമല്ല. പക്ഷെ ഇവിടുത്തെ രാഷ്ട്രീയ ആധിപത്യം കൂട്ടുനിന്നുകൊണ്ട് ഇത്തരം വർഗീയ ശക്തികൾ നടത്തുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതിരോധ ശബ്ദം ഉയർത്തുകയും പ്രതിഷേധിക്കുകയും ചെയ്യുക, സത്യം വിളിച്ചു പറയുക, നീതിക്ക് വേണ്ടി തെരുവിലിറങ്ങുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. നമ്മുടെ സഹോദരങ്ങൾ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല, മുസ്ലിങ്ങളും ക്രൈസ്തവരും ദളിതരും ആദിവാസികളും അടക്കം പീഡിതരായിക്കൊണ്ടിരിക്കുന്ന മതന്യൂനപക്ഷങ്ങളും വംശീയ ന്യൂനപക്ഷങ്ങളും ഇന്ത്യയിൽ അനുഭവിക്കുന്ന പീഡനങ്ങൾക്കെതിരെ സംസാരിക്കാൻ എനിക്ക് നിങ്ങൾക്കും ബാധ്യതയുണ്ട്. അതൊരു സാഹോദര്യത്തിന്റെ കാര്യമാണ്, അത് മതത്തിന്റെ കാര്യമല്ല. കത്തോലിക്ക സഭ ഒരു മതമല്ല. അപ്പൊ നമ്മള് സമുദായ സംഘടന എന്ന നിലയ്ക്കൊക്കെയാണ് പലപ്പോഴും ആളുകൾ പറയാ, നമ്മളൊരു സമുദായ സംഘടനയുമല്ല. ക്രൈസ്തവ സമുദായത്തെ ഉദ്ധരിക്കാനെന്ന പേരിലാണ് കാസ ക്രോസൊക്കെ അടക്കമുള്ള ആളുകളും പിന്നെ സമുദായ സംഘടനകളൊപ്പം മുമ്പോട്ട് വരുന്നത്. ഇത്തരം സമുദായ ഐക്യമല്ല നമുക്ക് ആവശ്യം. നമുക്ക് ആവശ്യം മനുഷ്യത്വത്തിലൂന്നിയ, മാനവികതയിലൂന്നിയ ഒരു പ്രകൃതമാണ്. നമ്മൾ എല്ലാവരെയും സഹോദര തുല്യം സ്നേഹിക്കുകയും എല്ലാവരോടും ഒപ്പം ആയിരിക്കുകയും ചെയ്യുന്നു. അതിക്രമങ്ങളെയും നീതികേടുകളെയും ആശയപരമായി പ്രതിരോധിക്കുക എന്ന കാര്യത്തിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയേണ്ടതുണ്ട്. വാസ്തവത്തിൽ അതൊരു സുവിശേഷ പ്രവർത്തനം തന്നെയാണ്. കാരണം അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി നിലകൊണ്ടപ്പോഴാണ് സഭ പീഡിതമായത്. നമുക്കറിയാലോ, വസ്ത്രം ധരിക്കാൻ അവകാശത്തിന് വേണ്ടിയും അതേപോലെ തെരുവിലിറങ്ങാൻ അവകാശത്തിന് വേണ്ടിയും ഒക്കെ സമരം ചെയ്ത കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം മിഷണറിമാർ വഹിച്ച പങ്കാണ്. ഇവിടെ ഊഴിയവേല ചെയ്തിരുന്നവർക്ക്, ഒരു അവകാശ അധികാരങ്ങളും ഇല്ലാതിരുന്നവർക്ക് വസ്ത്രം ധരിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ അവകാശമുണ്ടാകണം, സാമൂഹ്യമായി വിഭജനങ്ങൾ അവസാനിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചത് മിഷണറിമാരാണ്. സുവിശേഷ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. അത്തരത്തിൽ സുവിശേഷ പ്രവർത്തനം എന്നത് മനുഷ്യനെ തുല്യതയിൽ നിലനിർത്താനുള്ള പ്രവൃത്തി കൂടിയായിട്ട് നമുക്ക് കാണാൻ പറ്റണം. അത് കേവലമായി വിശ്വാസം പറയുന്ന ഒരു കാര്യം മാത്രമല്ല, വിശ്വാസം നമ്മോട് പറയുന്നത് ഒരു സാഹോദര്യത്തെക്കുറിച്ചാണ്,
മനുഷ്യരെല്ലാവരും ഒന്നാണെന്നതിനെ കുറിച്ചാണ്, എല്ലാവരെയും ദൈവമക്കളായി കാണാനാണ്. അങ്ങനെ എല്ലാവരെയും ദൈവമക്കളായി കാണാൻ തടസ്സം നിൽക്കുന്ന എല്ലാ വിഭാഗീയതകൾക്കുമെതിരായി ശബ്ദമുയർത്തുക എന്നുള്ളത് സൗഹാർദ്ദപരമായ ഒരു സാമൂഹ്യ അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുക എന്നതിൽ നമുക്കൊരു പ്രധാന പങ്ക് വഹിക്കാനുണ്ടെന്ന കാര്യം നമ്മൾ ഓർക്കണം. ഇന്ത്യയിൽ പ്രാദേശികമായി പലയിടത്തും ചെറിയ ചെറിയ മുസ്ലിം ക്രൈസ്തവ സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ അത്തരം സംഘർഷങ്ങളുടെ അടിസ്ഥാനം മതപരമായ വിഭജനമോ ഏതെങ്കിലും തരത്തിൽ അവകാശ തർക്കമല്ല. അത് പലപ്പോഴും സാമ്പത്തികമായ പ്രശ്നങ്ങളും തൊഴിൽ പ്രശ്നങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് എന്ന് സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിൻ്റെയൊക്കെ പുറകിലുള്ളത് പൂർണ്ണമായും ഇത്തരത്തിൽ മതപരമായ വിഭജന യുക്തികളല്ല. അതിനകത്ത് പ്രവർത്തിക്കുന്നത് ഈ പറഞ്ഞ ഭൗതികമായ ചില കാര്യങ്ങളാണ് എന്ന കാര്യം നമുക്ക് ഓർക്കാൻ കഴിയേണ്ടതാണ്. ഭരണകൂടം തന്നെ ഇത്തരം വർഗീയവാദികൾക്ക് ഒത്താശ ചെയ്ത് കൊടുക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ചും ഇരകൾ തന്നെ കുറ്റവാളികളായി പോകുന്ന സാഹചര്യങ്ങൾ. അവരെ പിടിച്ചകത്തിടുന്നു, 6 മാസമൊക്കെ ജയിലിലിടുന്നു. പ്രത്യേകിച്ച് ഒരു കാര്യം അവർക്ക് ചോദിക്കാനില്ല, പറയാനില്ല, പക്ഷെ 6 മാസം ജയിലിലിടുന്നു. അങ്ങനെ ജയിലിലിടാനുള്ള അവസരം ഇന്ത്യയിലുണ്ട്. മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും ഛത്തീസ്ഗഡിലും ഒക്കെ അത്തരം നിരവധി കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അവിടെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. ആ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവരെ പീഡിപ്പിക്കാൻ വേണ്ടി നിയമം ഉണ്ടാക്കുകയും ക്രൈസ്തവരെ പരമാവധി കള്ളക്കേസുകളിൽ കുടുക്കിയകത്തിടുകയും ചെയ്യുന്ന പ്രവൃത്തികൾ നമുക്ക് കാണാൻ കഴിയും. അടികൊള്ളുന്നത് ക്രൈസ്തവനാണ്, പീഡിപ്പിക്കപ്പെടുന്നതും ജയിലിലടയ്ക്കപ്പെടുന്നതും ക്രൈസ്തവരാണ്. രാഷ്ട്രീയ രംഗത്തുള്ളവർ പലപ്പോഴും ഇതൊക്കെ നിസ്സാരമായിട്ട് തള്ളിക്കളയും. അല്ലെങ്കിൽ ഇന്ത്യയിൽ ആകെ വ്യാപകമായ രീതിയിൽ ഇത്തരം ന്യൂനപക്ഷ പീഡനങ്ങൾക്കെതിരെയുള്ള സമരങ്ങൾ വളർന്നു വരേണ്ടതുണ്ട്. CAA സമരക്കാലത്തൊക്കെ അത്തരത്തിൽ യോജിച്ചൊരു സമരത്തിന്റെ മാർഗമൊക്കെ മുമ്പോട്ട് വന്നിരുന്നു. പിന്നീട് ക്രമേണ തണുത്തു പോവുകയാണ്. യഥാർത്ഥ വിഷയം വർഗീയ വിഭജനമാണെന്ന കാര്യം നമ്മൾ മറന്നു പോകുന്നു. ഇവിടെ കുത്തക മുതലാളിത്തവും ഭരണകൂടവും ഒന്നായിത്തീരുന്നു. ഭരണകൂടം തന്നെ സ്വകാര്യവൽക്കരിക്കപ്പെട്ടതായി മാറുന്നു. ആ ഭരണകൂടം രാഷ്ട്രീയ ഹിന്ദുത്വ എന്ന ഒരു ഐഡിയോളജിയുടെ പിന്നാലെ പോകുന്നു. ആ രാഷ്ട്രീയ ഐഡിയോളജിയും കുത്തക മൂലധനവും ഭരണകൂടവും ഇഴുകിച്ചേർന്ന് ഒന്നായിത്തീരുന്ന ഒരു നവപ്രതിഭാസം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ലോകത്ത് കണ്ടിട്ടുള്ള പ്രതിഭാസങ്ങൾ വ്യത്യസ്തമായി ഇവിടെ നിലനിൽക്കുന്ന ഇത്തരം ഒരു അന്തരീക്ഷത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് വിശ്വാസികൾ യഥാർത്ഥത്തിൽ പൗരധർമ്മം നിർവഹിക്കുന്നവരായിട്ട് മാറണം. ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്നവരാകണം. ഭരണഘടനയ്ക്കനുസരിച്ച് ജീവിക്കാനും തുല്യ പൗരത്വം അവകാശമായി എല്ലാവരും അനുഭവിക്കാനും ഇടയാകുന്നതിന് വേണ്ടി, നീതിക്ക് വേണ്ടി സമരം ചെയ്യാൻ ബാധ്യസ്ഥരാണ് ഓരോ ക്രൈസ്തവരും. ഇങ്ങനെ പറയുമ്പോൾ ഉടനെ തന്നെ പ്രത്യാരോപണമായിട്ട് വരാൻ പോകുന്നത് ഇസ്ലാമിസ്റ്റുകൾ ലോകത്തെമ്പാടും ക്രൈസ്തവരെ പീഡിപ്പിക്കുന്നു എന്ന്. ലോകത്തെമ്പാടും ക്രൈസ്തവർക്കെതിരെ പീഡനമുണ്ട്. ഇത് ഇവിടെ മാത്രമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ അത് ഇസ്ലാമിക പീഡനം എന്ന് വെച്ച് മാത്രം ഒതുക്കാൻ കഴിയുന്ന കാര്യമല്ല. പലതരത്തിലുള്ള പീഡനങ്ങൾ ക്രൈസ്തവർ നേരിടുന്നുണ്ട്. ഉദാഹരണമായിട്ട് ചൈന, ഉത്തര കൊറിയ പോലുള്ള സ്ഥലങ്ങളിൽ സഭകൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അവിടെ അംഗീകൃതമല്ലാത്ത, ഭരണകൂടം അംഗീകരിക്കാത്ത ക്രൈസ്തവ വിശ്വാസത്തിന്റെ ധാരകളെ എതിർക്കുന്നുണ്ട്, ജയിലിലടയ്ക്കുന്നുണ്ട്. അത്തരം പീഡനങ്ങൾ സംഭവിക്കുന്നുണ്ട്. അവിടെ ആരാധന സ്വാതന്ത്ര്യം ഇല്ലാതെ വരുന്നുണ്ട്. മ്യാൻമറിൽ ക്രിസ്ത്യാനികൾക്ക് അപ്രകാരം പീഡനം അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അവിടെ ഈ പറഞ്ഞ ഇസ്ലാമിസ്റ്റുകളല്ല. മതമർദ്ദനം അനുഭവിക്കുക എന്നുള്ളത് ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തുള്ള കാര്യം മാത്രമൊന്നുമല്ല. ലോകത്തെമ്പാടും മതാധിഷ്ഠിത രാജ്യങ്ങളിലും ജനാധിപത്യ രാജ്യങ്ങളെന്നോ അല്ലെങ്കിൽ പ്രത്യേക മതത്തോട് ചായ്ച്ചിലില്ലാത്ത രാജ്യങ്ങളെന്ന് പറയുന്ന, മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന രാജ്യങ്ങളെന്ന് പറയുന്ന ഇടങ്ങളിലും ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പൊ പീഡനത്തിന് ഏകമാനമായൊരു മുഖമല്ലുള്ളത്. ലോകത്തെമ്പാടും പീഡനങ്ങൾ ഉണ്ടാകുന്നത് വിവിധ കാരണങ്ങളാലാണ്. ഇസ്ലാമിസ്റ്റുകൾ പീഡിപ്പിക്കുന്നു എന്ന കാര്യം മാത്രം വരുത്തിക്കൊണ്ട് സിറിയയിൽ നോക്കൂ, എത്യോപ്യ നോക്കൂ എന്ന് മാത്രം പറയുന്നതിൽ അർത്ഥമില്ല. ഇപ്പൊ സിറിയയിലെ കാര്യം പറയുമ്പോൾ സിറിയയിൽ ഒരു ജനാധിപത്യ ഭരണമല്ല ഉള്ളത്, ഒരു ഏകാധിപത്യ ഭരണമാണ്. സിറിയയുടെ ചരിത്രത്തെക്കുറിച്ച് പിന്നീട് ഒരിക്കൽ വിശദമായിട്ട് പറയാം. സിറിയയിൽ വിശ്വാസം പീഡിപ്പിക്കപ്പെടുന്നതിന് നിരവധിയായ കാരണങ്ങളുണ്ട്. കാലങ്ങളായുള്ള കാരണങ്ങൾ ഓട്ടോമൻ ഭരണകൂടത്തിന്റെ കാലം മുതൽ ഉള്ള കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ മുഴുവൻ പരിഗണിച്ചുകൊണ്ട് മാത്രമേ അവിടെ ഉണ്ടാകുന്ന പീഡനങ്ങളെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റൂ. ഇനി മതാധിപത്യമുള്ള രാജ്യങ്ങളുണ്ട്, ഇസ്ലാമിക രാജ്യങ്ങളുണ്ട്. അവിടെ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നുണ്ടാകാം. അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസത്തിന് വേണ്ടത്ര സ്വാതന്ത്ര്യം, അംഗീകാരവും ലഭിക്കുന്നില്ല. കാരണം അത് മതരാഷ്ട്രങ്ങളാണ്. ഇന്ത്യ ഒരു മതരാഷ്ട്രമല്ലല്ലോ. ഇന്ത്യ ലോകത്താകമാനം ഒരു മാനവികത ഉയർത്തിപ്പിടിക്കുകയും ഒരു ജനാധിപത്യ സമൂഹമായി വളരുകയും ചെയ്യുന്ന ഇടമാണ്. ഇന്ത്യയിൽ മതനിരപേക്ഷതയുണ്ട്. ഭരണഘടന അത് അവകാശമായി നമുക്ക് നൽകുന്നുണ്ട്. അപ്രകാരം ഭരണഘടന നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ലോകത്തെമ്പാടുമുള്ള പീഡനങ്ങൾക്ക് സമാനമായ പീഡനങ്ങൾ ഉണ്ടാകണം എന്ന് പറയുന്നത് നിരർത്ഥകമാണ്. അതല്ലെങ്കിൽ ഈ പീഡനങ്ങളെ മറച്ചു വെക്കാൻ വേണ്ടി എടുക്കുന്ന വാദം മാത്രമാണ്. നൈജീരിയയിലും പാകിസ്ഥാനിലും സൊമാലിയ അടക്കമുള്ള സ്ഥലങ്ങളിൽ ജിഹാദികൾ എന്ന് പറയുന്ന ഇസ്ലാമിക ഗ്രൂപ്പുകൾ പലതും, തീവ്രവാദ ഗ്രൂപ്പുകളുണ്ട്. ആ തീവ്രവാദ ഗ്രൂപ്പുകൾ അക്രമം ക്രൈസ്തവർക്കെതിരെ നടത്തുന്നുണ്ട്. ആ അതിക്രമങ്ങൾ ഇല്ലെന്ന് നമ്മൾ പറയണില്ല. അങ്ങനെ അതിക്രമങ്ങളും അടിച്ചമർത്തലും ലോകത്തെമ്പാടും ഉണ്ട്. ഞാൻ പറയുന്നത് ഇത്തരത്തിൽ നമ്മൾ മറ്റുള്ളവരെ എന്തെങ്കിലും തരത്തിൽ കുറ്റം ആരോപിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ അധികാരം
ദുർവിനിയോഗം ചെയ്യപ്പെടുന്നതിനെ കണ്ണടച്ചിരുട്ടാക്കി കാണാതെ പോകരുത്. നമ്മുടെ അടുത്ത് നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്കൊരു വ്യക്തത ഉണ്ടാവട്ടെ. ഇവിടെ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണകൂടം ഭരണഘടന അനുസൃതമായി നമുക്ക് ഏവർക്കും അവകാശമായ പൗരത്വത്തെ മാനിക്കണം, എല്ലാവർക്കും തുല്യാവകാശം ഉണ്ടാകണം, മതവിവേചനം ഉണ്ടാകരുത് എന്ന കാര്യത്തിൽ ഊന്നിയല്ലേ നമ്മൾ സംസാരിക്കേണ്ടത്. മറ്റു രാജ്യങ്ങളിൽ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെയോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലുള്ള ഭരണകൂടങ്ങളെയോ വിമർശിക്കുന്നതിനേക്കാൾ നമ്മുടെ വീടിനകത്തുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടാവണ്ടേ? നമ്മുടെ വീടിനകത്ത് സംഭവിക്കുന്ന പിഴവുകളെ കുറിച്ച് തിരുത്താതെ അന്യന്റെ വീട്ടിൽ പ്രശ്നമുണ്ട്, ഇവിടെ അടിയുണ്ടാവുമ്പോൾ അവിടെ അടിയുണ്ടല്ലോ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ലോകത്തെമ്പാടുമുള്ള മനുഷ്യരെ നന്നാക്കാൻ നമുക്ക് സാധ്യമല്ല. നമുക്ക് ലഭിച്ചിട്ടുള്ള പൗരാവകാശവും നമ്മുടെ ഭരണഘടനയും അനുസരിച്ച് ഇവിടെ നിലനിൽക്കുന്ന അനീതികൾക്കെതിരെ പോരാടാൻ നമുക്ക് കഴിയണം. ഈ അനീതിയെക്കുറിച്ച് പറയുമ്പോൾ അപ്പുറത്ത് കലഹമുണ്ടല്ലോ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ലോകത്തെമ്പാടും ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുമെന്നൊരു സാമാന്യതയാണ്. പ്രത്യേകിച്ചും മതാധിപത്യമുള്ള രാജ്യങ്ങളിൽ പീഡനമേറി വരും, അതിലും തർക്കം ഉണ്ടാവേണ്ട കാര്യമില്ല. പിന്നെ ലോകത്ത് എല്ലാ മതവിഭാഗങ്ങൾക്കകത്തും തീവ്രവാദ ഗ്രൂപ്പുകളുണ്ട്, സയനിസ്റ്റുകളുണ്ട്. ആ തീവ്രവാദ ഗ്രൂപ്പുകൾ അതിക്രമം നടത്തുന്നുണ്ട്, അവിടെ പീഡകൾ ഉണ്ടാകുന്നുണ്ട്, ആക്രമിക്കപ്പെടുന്നുണ്ട്. ഒരിക്കൽ നൈജീരിയയിൽ നിന്ന് വന്നൊരു അച്ഛൻ അവിടെ നടക്കുന്ന പീഡനത്തെക്കുറിച്ച് എന്നോട് പറയണ്ടായി. ആക്രമികൾ പിക്കാസ് കൊണ്ട് വെട്ടിയപ്പോ ബലിപീഠമാണ് രക്ഷിച്ചത്, തല കുമ്പിട്ടു, ബലിപീഠത്തിൽ കൊണ്ട് പിക്കാസ് പോയി. അങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നൊരച്ഛൻ ഒരിക്കൽ ധ്യാനം കൂടാൻ വന്നിരുന്നു. ആ അച്ഛൻ തിരിച്ചു പോയത് മരിക്കാൻ തയ്യാറായിട്ടാണ്. അങ്ങനെ വിഷമിച്ചു വന്ന അച്ഛൻ ധ്യാനം കൂടിക്കഴിഞ്ഞപ്പോൾ ക്രൈസ്തവർ ഇതൊക്കെ അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണെന്നും ഈ അനീതികൾക്കെതിരെ പോരാടാൻ വേണ്ടി രക്തം ചൊരിയാൻ തയ്യാറുള്ളവരായി നമ്മൾ മാറണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ തിരിച്ച് ഊർജിത വീര്യത്തോടെ തിരികെ പോയി മരിക്കാൻ. അപ്പൊ ക്രൈസ്തവ ധർമ്മം എന്ന് പറയുന്നത് മതമർദ്ദനം ഉണ്ടാകുമ്പോൾ സഹിഷ്ണുതയോടെ നിൽക്കാനാണ്, സഹിച്ചു നിൽക്കാനാണ്, പീഡ ഏൽക്കാനാണ്. ആ പീഡ ഏൽക്കുന്നത് രക്ഷാമാർഗമാണ്. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവർ രക്ഷ പ്രാപിക്കും. ഇന്ത്യയിലെ കാര്യം പറയുമ്പോൾ നമ്മൾ വിശ്വാസപരമായ കാര്യം പറയുന്നതോടൊപ്പം മറ്റൊന്നുകൂടി പറയേണ്ടതുണ്ട്. അത് നമുക്കെതിരായി പീഡനം ഉണ്ടാകുന്നത് മാത്രമല്ല, ഇവിടെ മഹാഭൂരിപക്ഷം വരുന്ന മതന്യൂനപക്ഷങ്ങൾക്കും ദളിത് വിഭാഗങ്ങൾക്കും സാമാന്യ ജനങ്ങൾക്കും ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ മതാധിഷ്ഠിതമായ ഒരു രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾ, രാഷ്ട്രീയ ഹിന്ദുത്വയുടെ ഗ്രൂപ്പുകൾ നടത്തുന്ന അതിക്രമങ്ങളെയും ഭരണകൂടം അതിന് ചെയ്തു കൊടുക്കുന്ന ഒത്താശകളെ കുറിച്ച് നമ്മൾ പറയാനിടയാണ്. അങ്ങനെ പറയാനിടയാകുമ്പോഴാണ് ഇന്ത്യ നിലനിൽക്കുക, ഈ രാജ്യം നിലനിൽക്കണ്ടേ. 47 ആരംഭിച്ച ഈ രാജ്യം ഇന്ത്യയായി തന്നെ നിലനിൽക്കണമെങ്കിൽ ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തെ തകർക്കുകയും പരസ്പരം ഭിന്നിപ്പിക്കാനായി വർഗീയ കൗശലം കൊണ്ട് മനുഷ്യരെ വിഭജിക്കുകയും ചെയ്യുന്ന തീവ്രവാദ ശക്തികളെയും ഭരണകൂടത്തെയും എതിർക്കുക എന്നുള്ളത് നമ്മുടെ പ്രാഥമിക കടമയാണ്. അത് നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്. ലോകത്തെമ്പാടും പല വിധത്തിലാണെന്ന് പറഞ്ഞല്ലോ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നത്. ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും പല ഗോത്ര സംഘർഷങ്ങളുടെ ഭാഗത്തിന് ഇരയായിട്ട് മാറുന്നുണ്ട് ക്രൈസ്തവർ. അവിടെ ഗോത്ര സംഘർഷങ്ങളാണ് ഉണ്ടാകുന്നത്. സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിൽ സലേക്ക എന്ന് പറയുന്ന ഗോത്ര ആക്രമണമാണ് ക്രൈസ്തവർ നേരിടുന്നത്. എല്ലായിടത്തും ഇസ്ലാമിസ്റ്റുകളെല്ലാം. ഇത് ലോകത്തെ എമ്പാടും വിവിധ തരങ്ങളിൽ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ഈ ആക്രമണങ്ങളൊന്നും ചെറുതായിട്ട് കാണല്ല, ഇത് പീഡനങ്ങളുടെ കാലമാണ്. മാർപ്പാപ്പ തന്നെ പറയുന്നത് രക്തസാക്ഷികളുടെ കാലമാണ്. അനേകം രക്തസാക്ഷികളാവുന്നു, പീഡ ഏൽക്കുന്നു. ആ പീഡകളൊന്നും സഭയെ നശിപ്പിക്കുകയല്ല, വളർത്തുകയാണ് ചെയ്യുന്നത്, വിശ്വാസത്തെ ബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പീഡനമേൽക്കുന്നതിലൂടെയാണ് കൂടുതൽ ശക്തിയോടെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാൻ നമുക്ക് കരുത്തുണ്ടാവുക. യൂറോപ്പിലെ ചില സ്ഥലങ്ങളിൽ, ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങളിൽ ക്രൈസ്തവ പ്രതീകങ്ങൾ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. സെക്കുലർ ഭരണത്തിന് കീഴിൽ ക്രൈസ്തവ പ്രതീകങ്ങൾ വെച്ചുകൂടാ എന്ന് വിലക്കുണ്ട്. ഇസ്ലാമിക രാജ്യങ്ങളിൽ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. മ്യാൻമറിൽ അവിടെ ഇസ്ലാം അല്ല, പക്ഷെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അവിടെ മുസ്ലിങ്ങളും പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഇത് ഈ പീഡനമേൽക്കുക എന്നുള്ളത് സ്വാഭാവികമായും ക്രൈസ്തവർക്കെതിരെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതേസമയം ഇന്ത്യയുടെ രാഷ്ട്രീയാധികാരത്തിനെതിരായി വരുന്ന, ജനാധിപത്യ ആശയത്തിനെതിരായി വരുന്ന, അല്ലെങ്കിൽ ഭരണഘടനയ്ക്കെതിരായി വരുന്ന അതിക്രമങ്ങളെയാണ് ചോദ്യം ചെയ്യേണ്ടത്. അത് ക്രൈസ്തവർക്കെതിരെയുള്ള പീഡനം എന്ന നിലയ്ക്കല്ല. പക്ഷെ തിരിച്ചറിയണം, ഇസ്ലാമുകളാണ് നമ്മെ പീഡിപ്പിക്കുന്നതെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ. ക്രൈസ്തവരെ പീഡിപ്പിക്കുന്നത് മുസ്ലിങ്ങളാണ്, അവർ നിങ്ങളുടെ ശത്രുക്കളാണ് എന്ന് പറഞ്ഞ് ചങ്ങാത്തം കൂടി വരുന്ന ആട്ടിൻ തോലണിഞ്ഞ സംഘപരിവാർ ചെന്നായ്ക്കൾ നമ്മുടെ നുഴഞ്ഞു കയറുകയും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന കാര്യം ഓർക്കണം. 800-ലധികം പീഡനങ്ങളാണ് അല്ലെങ്കിൽ അതിക്രമങ്ങളാണ് രാജ്യത്താകമാനമുള്ളത്. അത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്ക് ക്രൈസ്തവർ വിധേയരാകുന്നുണ്ട്. അതുകൊണ്ട് യഥാർത്ഥ ശത്രുവിനെ തിരിച്ചറിയണം. രാഷ്ട്രീയ ഹിന്ദുത്വ ഒരു മതരാഷ്ട്ര രൂപീകരണത്തിന് വേണ്ടി നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായി നമ്മെ ശത്രുക്കളായി പരിഗണിക്കുന്നു. ഇസ്ലാമിനെയും ശത്രുക്കളായി പരിഗണിക്കുന്നു, കമ്മ്യൂണിസ്റ്റുകളെയും ശത്രുക്കളായി പരിഗണിക്കുന്നു. ഈ ശത്രുക്കളെ ഭിന്നിപ്പിച്ചു നിർത്തിയാൽ
ഓരോരുത്തരെയായി കീഴടക്കാം. അങ്ങനെ വഖഫ് നിയമം അടക്കം പല നിയമങ്ങളും കൊണ്ടുവന്ന് ഇസ്ലാമുകളെ ഒതുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ നമ്മൾ കൈയടിച്ചാൽ അടുത്തത് നമ്മുടെ നേരെയായിരിക്കും വരിക എന്ന കാര്യം ഓർക്കണം. ഭരണകൂടം നമുക്കെതിരായി തിരിയുന്ന കാലം വിദൂരമല്ല. നമ്മോട് സ്നേഹം കാണിക്കുകയും ചിരിച്ചു കാണിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ നമ്മെ തേടി വരുന്നത് സ്നേഹത്തോടെയല്ല, കടിച്ചു കീറാനുള്ള പല്ലുകൾ അകത്തൊളിപ്പിച്ചു വെച്ചിട്ടാണ്. അതുകൊണ്ട് മാതാവിന് കിരീടം കൊടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആരാധനാലയത്തിൽ കയറി പ്രാർത്ഥിച്ചോ കാണിക്കുന്ന കാപഢ്യങ്ങളെ തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഇത് വഞ്ചനയാണ്. ആ വഞ്ചനയുടെ പ്രത്യക്ഷ അടയാളങ്ങൾ മണിപ്പൂരിൽ കാണാം, ഛത്തീസ്ഗഡിൽ കാണാം, ഉത്തരാഖണ്ഡിൽ കാണാം, മധ്യപ്രദേശിൽ കാണാം, ഉത്തർപ്രദേശിൽ കാണാം. എത്രയോ അനുഭവങ്ങൾ നിരന്തരമായിട്ടുണ്ടാവുന്ന ഈ കലാപങ്ങൾ, അതൊക്കെ ഏകപക്ഷീയമായ ആക്രമണങ്ങളാണ്. ക്രൈസ്തവർ തിരിച്ചടിക്കുന്നില്ല, അടികൊള്ളുക മാത്രമേ ചെയ്യുന്നുള്ളൂ, പീഡയേൽക്കുക ചെയ്യുന്നുള്ളൂ. അത്തരത്തിൽ പീഡയേറ്റുകൊണ്ടിരിക്കുമ്പോഴും നാം നിലകൊള്ളേണ്ടത് രാജ്യം നിലനിൽക്കാനാണ്. രാജ്യം നിലനിൽക്കണമെങ്കിൽ ഈ പറഞ്ഞ മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും വിഭജിക്കുന്ന കമ്മ്യൂണിസ്റ്റുകളെയും മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും തമ്മിൽ അകറ്റി വിഭജിപ്പിച്ച് നിർത്തി അതിനിടയിൽ നിന്ന് തമ്മിലടിപ്പിച്ച് ചോര കുടിക്കാൻ വരുന്ന ഈ പറയുന്ന ചെന്നായെ തിരിച്ചറിയണം. രണ്ട് മുട്ടാടുകൾ തമ്മിൽ ഏറ്റുമുട്ടി അതിന്റെ നടുവിൽ നിന്ന് ചോര കുടിച്ച ഒരു ചെന്നായുടെ കഥ കുട്ടിക്കാലത്ത് കേട്ടിട്ടില്ലേ? ആ ചെന്നായുടെ രൂപം ഇവിടെ നമ്മുടെ ഇടയിലുണ്ട് എന്ന കാര്യം ഓർക്കണം. അത്തരമൊരു രാഷ്ട്രീയ ആശയത്തെ ചെറുക്കാൻ, അത്തരത്തിലുള്ള ഒരു വർഗീയ വിഭജന യുക്തിയെ എതിർക്കാൻ നമുക്ക് കഴിയണം. നമ്മൾ ആരുടെയും ശത്രുക്കളല്ലെന്ന ബോധ്യം നമുക്ക് ഉണ്ടാവണം. ആർക്കുമെതിരെ ആയുധമെടുക്കാനല്ല നമ്മൾ ശ്രമിക്കുന്നത്, ആരെയും തച്ചു തകർക്കാനല്ല ശ്രമിക്കുന്നത്. എല്ലാവരോടും ഐക്യത്തിലും സ്നേഹത്തിലും നിലനിന്നുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യത്തിനും നീതിക്കും ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും വേണ്ടി നിലകൊള്ളാൻ കഴിയണം. വിശ്വാസത്തിന്റെ ഒരു പ്രാഥമിക ധർമ്മമായി അല്ലെങ്കിൽ ക്രൈസ്തവ ധാർമ്മികതയുടെ പ്രധാന ഭാഗമായി നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമായി അതിനെ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് സഹനങ്ങൾ വരുമെന്നുള്ള പേടി കൊണ്ടോ ഈടി വരുമെന്നുള്ള പേടി കൊണ്ടോ എന്തെങ്കിലും തരത്തിൽ സംഘപരിവാർ ശക്തികൾക്ക് വിധേയപ്പെടുന്ന ഒരു മനോഭാവം ഉണ്ടാകുന്നെങ്കിൽ അതിനുവേണ്ടി ഇവിടെ നിർമ്മിക്കപ്പെടുന്ന കഥകൾ, ശത്രുത ഉണ്ടാക്കുന്ന സാമുദായിക വിഭജനം ഉണ്ടാക്കുന്ന കഥകൾ തലയിലേറ്റിക്കൊണ്ട് നടക്കരുത്. വാട്സപ്പ് യൂണിവേഴ്സിറ്റി പറയുന്ന കാര്യങ്ങളിൽ അഭിരമിക്കരുത്. വ്യക്തമായ ബോധ്യത്തോടെ നമുക്ക് ചരിത്രം പഠിക്കാൻ കഴിയണം, ലോകത്തെ മനസ്സിലാക്കാൻ കഴിയണം. ക്രൈസ്തവർ അനുഭവിക്കുന്ന പീഡകൾ യഥാർത്ഥത്തിൽ ദൈവരാജ്യം വളർത്തുകയാണെന്നും ലോകത്തിന് മുഴുവൻ ക്രിസ്തുവിനെ അടയാളപ്പെടുത്തുകയാണെന്നും ബോധ്യം ഉണ്ടാകണം. ഇവിടെ സാമൂഹ്യമായ സഹവർത്തിത്വത്തെ തകർക്കുന്ന, സോഷ്യൽ ഫാബ്രിക്കിനെതിരായി പ്രവർത്തിക്കുന്ന തിന്മയുടെ ശക്തികളെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നാം അറിയാതെ തന്നെ നമ്മെ അവർ കൊന്നുകൊണ്ടേയിരിക്കും. വിചാരധാര പറയുന്നത് നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ആ വിചാരധാര നിറവേറുമ്പോൾ അതിനകത്ത് ഇരകളായി ക്രൈസ്തവരുണ്ട് എന്ന കാര്യം ഓർക്കണം. പ്രതിരോധിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, കൂട്ടായി നിൽക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, സ്നേഹം പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, സാമുദായിക വിഭജന യുക്തികൾ കൊണ്ട് പരസ്പരം കലഹിച്ച്, പണ്ട് നാട്ടുരാജ്യങ്ങളൊക്കെ ബ്രിട്ടീഷ് കോളനിയെ ഇവിടെ കൊണ്ടുവരാൻ കാര്യം നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള കലഹമാണ്. അതേപോലെ കലഹിച്ച് പരസ്പരം വിഭജിച്ച് നിന്ന് ശത്രുവിന് ഇടം കൊടുക്കരുത്. രാഷ്ട്രീയ ഹിന്ദുത്വ ഇന്ത്യയെ നശിപ്പിക്കും, ഈ ഭരണഘടനയെ തകർക്കും, ഇന്ത്യയെ അല്ലാതാക്കി മാറ്റും. ഇന്ത്യ എന്ന ആധുനിക രാഷ്ട്രത്തിന്റെ നിലനിൽപ്പ് പ്രധാനപ്പെട്ടതാണ്. ലോകത്താകമാനം മാതൃകയായ ഒരു ജനാധിപത്യ മതനിരപേക്ഷ ശക്തിയായി ഇന്ത്യ ഉയർന്നു നിൽക്കേണ്ടതുണ്ട്. ആ ഇന്ത്യ അങ്ങനെ ഉയർന്നു നിൽക്കേണ്ടത് എന്റെയും നിങ്ങളുടെയും ആവശ്യമാണ്, എന്റെയും നിങ്ങളുടെയും കടമയാണ്. അതൊന്നുകൂടി ഓർക്കണം. അതുകൊണ്ട് നമ്മൾ സാധാരണ രീതിയിൽ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാതെ ജബൽപൂരിലുണ്ടായ ആക്രമണത്തെക്കുറിച്ച് ഓർക്കുക. ഉത്തരേന്ത്യയിൽ ഉടനീളം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും കണ്ടമാലടക്കം സംഭവിച്ചതുമായ കാര്യങ്ങളെ വിസ്മരിക്കരുത്. ക്രൈസ്തവർക്കെതിരായി ആക്രമണം നടത്തുന്നത് രാഷ്ട്രീയ ഹിന്ദുത്വയാണ്. ആ രാഷ്ട്രീയ ഹിന്ദുത്വയെ ആശയപരമായി എതിർക്കാൻ നമുക്ക് കഴിയണം. നമുക്ക് സാമൂഹ്യ അന്തരീക്ഷത്തിനകത്ത് വിഭജന യുക്തികളെ ഒഴിവാക്കാൻ പറ്റണം. മതം എന്ന വിഭജന യുക്തിയെ മറികടന്ന്, ബൈനറികളെ മറികടന്ന് മനുഷ്യൻ എന്ന സ്നേഹത്തിൽ ഒന്നിച്ചു നിൽക്കാൻ പറ്റണം. മനുഷ്യത്വത്തിനു വേണ്ടി, അപരന് വേണ്ടി നിലകൊള്ളുക എന്ന ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന കാര്യം ഓർക്കണം. ഈശ്വരേറ്റം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പീഡനങ്ങൾ അതിജീവിക്കാനുള്ള മാർഗം സഹനം തന്നെയാണ്. സഹനങ്ങളുടെ വഴിയാണ് പോകേണ്ടത്. സഹനങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സുരക്ഷിത മാർഗമായ മൗനത്തിലേക്ക് ഒളിക്കരുത്. മൗനം വെടിയണം. സത്യം വിളിച്ചു പറയുന്നവരായിട്ട് മാറണം. നാം നമ്മെ തന്നെ, നമ്മുടെ ജീവനത്തിനെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ അത് നഷ്ടപ്പെടുത്തും. നമ്മുടെ ജീവനെ നഷ്ടപ്പെടുത്തുമ്പോൾ അത് നേടും. എന്ത് ആക്രമണം ഉണ്ടായാലും നിവർന്നു എന്ന് പറയാൻ കഴിയണം. ഞങ്ങൾ എല്ലാവർക്കും വേണ്ടിയാണ്, എല്ലാവരെയും ഞങ്ങൾ സ്നേഹിക്കുന്നു.
എല്ലാവർക്കും സമാധാനവും സന്തോഷവും ഉണ്ടാകാൻ വേണ്ടി ഞങ്ങളെ തന്നെ അർപ്പിക്കുന്നു. ഈ ഒരു അർപ്പണബോധത്തോടെ ജീവിക്കാൻ ആത്മാവിന്റെ പ്രചോദനം നമുക്കുണ്ടാകട്ടെ. വിശ്വാസ സമൂഹം ഒന്നാകെ നിലകൊള്ളേണ്ടത് സാഹോദര്യത്തിന് വേണ്ടിയാണ്, നീതിക്ക് വേണ്ടിയാണ് എന്ന ബോധ്യം നിലനിൽക്കട്ടെ. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ.